ഹായ് ഡിയർ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാനൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മസാല ചാസ് റെസിപ്പി, സ്പൈസ്ഡ് ബട്ടർ മിൽക്ക് മസാല ചേർത്ത സംഭാരം. അതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, ജീരകത്തിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, കുറച്ച് പുതിന, മല്ലിയില, ഒരു 4-5 ചെറിയ ഉള്ളി, കുറച്ച് കുരുമുളക്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, പുതിനയില, ഉള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില, മല്ലിയില ഇവയൊക്കെ ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലിട്ടെടുത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഞാനിത് വീട്ടിൽ തയ്യാറാക്കിയ തൈരാണ്. അതിൽ നിന്നും 2-3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കാം ആദ്യം. ഇതിലേക്ക് കുറച്ച് ജീരകം, ഞാൻ ജീരകം ഇവിടെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് സ്പൈസി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ, വേനൽക്കാലത്തും അതുപോലെ തന്നെ ഒരു മാരകമായ രോഗം എല്ലായിടത്തും പടർന്നു പിടിക്കുന്ന സമയമാണ്. ഇങ്ങനെയുള്ളൊരു ഡ്രിങ്ക് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിരിക്കും. നമുക്ക് ഇനി ബാക്കി വെച്ച തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ഗ്ലാസ് 200 ml തൈരാണ് ഞാനിവിടെ, കട്ട തൈരാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഏകദേശം ഒരു 4 ഗ്ലാസ് സംഭാരം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്തുകൊണ്ട് സ്പൈസി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സംഭാരം ബട്ടർ മിൽക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമുക്കൊരു, ഒന്നുകിൽ നിങ്ങൾക്ക് ഏത് സ്പൂണ് വെച്ച് മിക്സ് ചെയ്യാം, എന്ത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ഒന്ന് കലക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് എല്ലാം കൂടി ചേരത്തക്ക വിധത്തിലൊന്ന് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക്, സ്പൈസ്ഡ് ബട്ടർ മിൽക്ക് മസാല ചാസ് റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കതൊന്ന് ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുക്കാം. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ മസാലകൾ ചേർക്കുന്നതിലും നിങ്ങൾക്ക് വ്യത്യാസപ്പെടുത്താം. ഇപ്പോൾ കൂടുതൽ സംഭാരമാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മസാലകളുടെ ക്വാണ്ടിറ്റിയും നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ജീരക പൗഡറും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ പുതിന ഇല വെച്ച് കറിവേപ്പിലയും വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൽ ചേർത്തിരിക്കുന്ന ചെറിയ ഉള്ളി ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ഇമ്പ്രൂവ് ചെയ്യാനും ഹാർട്ടിൻ്റെയും ബോണിൻ്റെയും ആരോഗ്യത്തിനും വളരെ ഉത്തമമാണ്. ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.